മാഹി ബൈപ്പാസ് ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ പുതിയ ബൈപ്പാസ് വഴി റോഡ് ഷോ നടത്തി. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ദേശീയ സമിതി അംഗം KP ശ്രീശൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗം സത്യപ്രകാശൻ മാസ്റ്റർ, OBC മോർച്ച സംസ്ഥാന നേതാവ് സ്മിത ജയമോഹൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കുചേർന്നു. അഴിയൂരിൽ നിന്ന് ആരംഭിച്ച ഷോ മുഴപ്പിലങ്ങാട് ടോൾ ഗേറ്റിൽ സമാപിച്ചു. DJ Raj Lucky, exclusive. Nirma. ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി ട്രാഫിക് ഒരുക്കപ്പെട്ട് വേർത്ത് കുളിച്ച് ശ്വാസം മുട്ടിക്കഴിഞ്ഞവരാണ് ഈ വടക്കേ മലബാറുകാർ. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ഒരുക്കേടാൻ ചോദിച്ചാൽ അത് സ്വന്തം പിണറായിയുടെ സ്വന്തം തട്ടകമായ തലശ്ശേരി മെയിൻ റോഡാണ്. പിണറായിയുടെ തലശ്ശേരിക്ക് ഒരു വലിയ റെക്കോർഡ് നഷ്ടപ്പെടുകയാണ് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ. ഭൂമിയിലെ ഏറ്റവും വലിയ ട്രാഫിക് ഒരുക്ക് എന്ന റെക്കോർഡ് പിണറായിക്ക് നഷ്ടപ്പെടുകയാണ്, തലശ്ശേരിക്ക് നഷ്ടപ്പെടുകയാണ്. നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് നന്ദി പറയുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം കേരളത്തിൽ ഈ 18 കിലോമീറ്റർ ഹൈവേ 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കും. ഇത് 2 ജില്ലകളെ 2 സ്റ്റേറ്റിനെ രക്ഷിക്കുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ്. 1500 കോടി രൂപ ചെലവാക്കി
നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയും ഞങ്ങൾക്ക് തന്ന ഈ സമ്മാനത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യാതൊരു നാണവും മാനവും ഇല്ലാതെ നമ്മുടെ റിയാസ് മരുമോൻ പറയാണ് ഇതിൻ്റെ ആൾ നമ്മളാണ്. റിയാസെ 18 കിലോമീറ്റർ അല്ല, 10 കൊല്ലം കൊണ്ട് 50,000 കിലോമീറ്റർ ആര്യവരി എക്സ്പ്രസ് ഹൈവേയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയത്. ഇതൊരു ചീള് കേസാണ്. ഇതുപോലെ 50,000 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയ ആളാണ് നരേന്ദ്രമോദി. ഇന്ത്യയിലെ റോഡുകൾ ലോക നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു വിപ്ലവമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ ഈ സ്നേഹത്തിന്, ഈ സഹായത്തിന് ഞങ്ങൾ എന്നും കടപ്പെട്ടവരാണ്. ഒരിക്കൽ കൂടി നരേന്ദ്രമോദിക്ക് 1000 അഭിവാദ്യം. 47 വർഷത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. 1300ഓളം കോടി രൂപ ചെലവഴിച്ച് അഴിയൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെ നീണ്ടു നിൽക്കുന്ന മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിനും മേലെ യാത്രാസമയം വേണ്ടി വരുന്ന ദൂരമാണ്. 18.6 കിലോമീറ്ററാണ്. അതിരൂക്ഷമായ ഗതാഗത കുരുക്കുള്ള ഒരു മേഖലയാണ്. ഇന്ന് കേവലം ഒരു 15 മിനിറ്റ് 16 മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ പറ്റുന്നത്. അതിവേഗത്തിലുള്ള ഈ കേരളത്തിലെ ആദ്യത്തെ ഈ ഒരു ബൈപ്പാസിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇത് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ, നാടിന് സമർപ്പിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. കേരളത്തിലേത് മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തെ അതിവിപുലമായിട്ടുള്ള ദേശീയപാത ശൃംഖല രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. ഓരോരുത്തരും ഇതിലൂടെ കടന്നു പോകുന്നു. രാവിലെ മുതൽ വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങി. എല്ലാവരും ആ ഒരു ആഹ്ലാദം പങ്കിട്ടുകൊണ്ടാണ് ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത്.